ഹായ് ഫ്രണ്ട്സ്, ടൈം സ്ക്വയർ വാച്ചസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രയുടെ ഏറ്റവും ഹൈ എൻഡ് ക്ലോൺ മോഡലായ HK10 Ultra 3 Max എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിന് മുന്നേ നമ്മൾ HK10 Ultra 3 എന്ന് പറയുന്ന മോഡൽ ചെയ്തിരുന്നു. അതിൻ്റെ തന്നെ വൈഫൈ വേർഷൻ ചെയ്തിരുന്നു. ഇപ്പോൾ അതിന് ശേഷം ഇറങ്ങിയതാണ് ഈ ഒരു ലേറ്റസ്റ്റ് മോഡൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സും പെർഫോമൻസിലും നല്ല രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇത്തവണ ഈ ഒരു ഡിവൈസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വാച്ചിന്റെ ബോക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്ന മോഡൽസിന്റെ സെയിം ഡിസൈനിൽ വരുന്ന ബോക്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ HK10 Ultra 3 Max ഇതേ കാണാം. അതുപോലെ തന്നെ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇവിടെ AI റോബോട്ട് നേരെ കാണാം. അതുപോലെ ഈ ഒരു വാച്ചിന് മറ്റൊരു പ്രത്യേകത എന്താ നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് നെറ്റ്വർക്ക് ഷെയറിംഗ് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ടെക്നോളജി ഇവർ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഒരു യൂസർ മാനുവൽ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഒരു സിലിക്കോൺ ഓഷൻ ലൂപ്പ് സ്ട്രാപ്പ് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. ദെൻ ഒരു ട്രയൽ ലൂപ്പ് സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നോർമലി എല്ലാ അൾട്രയുടെ കൂടെ വരുന്ന സ്ട്രാപ്പ് ആണിത്. ചില ബോക്സിൽ നമുക്ക് ഈ കളറിലും നമുക്ക് ട്രയൽ ലൂപ്പ് അവൈലബിൾ ആവാറുണ്ട്. ദെൻ ഒരു ട്രൂലി വയർലെസ് ചാർജർ ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ഡിവൈസ് ആണ് ബോക്സിന് അണ്ടറിൽ വരുന്നത്. വാച്ചിന്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ ആപ്പിൾ വാച്ചിന്റെ സെയിം ഡിസൈൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാച്ചിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സൈലന്റ് ക്രൗൺ വന്നിട്ടുണ്ട്. നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ ക്രൗൺ കാര്യങ്ങൾ ആക്സസ് ചെയ്യാം. അതുപോലെ മൈക്രോഫോൺ ഹോളും നമുക്ക് ഇവിടെ ഒരു വർക്കിംഗ് ബട്ടണും വന്നിട്ടുണ്ട്. ഒറിജിനൽ വാച്ചിൽ കണ്ടുവരുന്ന പോലെ രണ്ട് ഹോൾസ് കാര്യങ്ങളൊക്കെ അതേപടി ഈ ഒരു വാച്ചിലും അവർ കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ സ്പീക്കർ ഹോൾസും അതുപോലെ ഇവിടെ ഒരു ആക്ഷൻ ബട്ടൺ, ഇതും വർക്കിംഗ് ആണ്, കസ്റ്റമൈസബിൾ ആണ് ഈ ഒരു ആക്ഷൻ ബട്ടൺ വരുന്നത്. നേരത്തെ പറഞ്ഞ ആ രണ്ട് ഹോൾസും ഈ ഒരു ഭാഗത്തും കൊടുക്കാൻ അവർ മറന്നിട്ടില്ല. കാരണം നമ്മുടെ ഒറിജിനൽ വാച്ചിലും ഇതേ രീതിയിലാണ് അതിന്റെ മാർക്കിങ്സ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. വാച്ചിന്റെ ടോപ്പിലേക്ക് നോക്കിയാൽ കാണാം ഈ സൈഡിലൂടെ GPS ആന്റിന ലൈൻ്റെ ആ ഒരു ഡിസൈനും പോകുന്നതായിട്ട് കാണാം. അതൊക്കെ പക്ക നമുക്ക് മൈന്യൂട്ട് കാര്യങ്ങൾ വരെ അവർ ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു നല്ലൊരു ഒറിജിനാലിറ്റി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ 4 ഒറിജിനൽ സ്ക്രൂസ്, വർക്കിംഗ് സ്പ്രിംഗ് ലോക്ക് തന്നെ ഈ ഒരു വാച്ചിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്ട്രാപ്സ് ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്പ്രിംഗ് ലോക്ക് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് ഇടണമെങ്കിൽ തന്നെ ഇതുപോലെ നമ്മൾ സ്ലൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്പ്രിംഗ് ലോക്കിൽ ലോക്കായി നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എത്ര വലിച്ചാലും അത് അഴിഞ്ഞു പോകില്ല. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന സ്പ്രിംഗ് ലോക്ക് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സെൻസേഴ്സും പ്രോക്സിമിറ്റി സെൻസറും ഈ വാച്ചിൽ വന്നിട്ടുണ്ട്. നല്ല കളർ ആക്യുറസി തരുന്ന ഒറിജിനൽ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. നമ്മൾ ഒറിജിനൽ ആപ്പിൾ വാച്ചും അതുപോലെ ഈ ഒരു ഡിവൈസും അടുത്തടുത്ത് വെച്ചാൽ തന്നെ നല്ല രീതിയിലുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു HK10 Ultra 3 Maxിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത്രയധികം കളർ ആക്യുറസി വരുന്ന നല്ല അടിപൊളി AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അതുമാത്രമല്ല നമുക്ക് ടച്ച് റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ഇത്തവണ നല്ല രീതിയിൽ ഒന്നും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ യാതൊരു വിധത്തിൽ ലാഗ് ഇല്ലാതെ നമുക്ക് ഏത് കാര്യങ്ങളും വളരെ ക്വിക്കായിട്ട് തന്നെ ഇതുപോലെ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഒരു ഒറിജിനൽ ആപ്പിൾ വാച്ചിന്റെ കേസ് വാങ്ങിയിട്ട് ഈ ഒരു ഡിവൈസിലേക്ക് ഇടുകയാണെങ്കിൽ 100% ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഡിവൈസിലേക്ക് മാച്ച് ആവുന്നതാണ്. കാരണം ഒറിജിനൽ വാച്ചിന്റെ അതേ ഡയമെൻഷനിലാണ് ഈ ഒരു ഡിവൈസും വരുന്നത്. നമ്മുടെ ലേറ്റസ്റ്റ് ആപ്പിൾ വാച്ചിന്റെ വാച്ച് ഓയിസിന്റെ കൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു ഡിവൈസും വരുന്നത്. നമുക്ക് താഴത്തുനിന്ന് മേലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വിഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാം. ആ ഒരു വിഡ്ജറ്റ് നേരത്തെ വന്നിരുന്ന മോഡലിൽ പോലെ ട്രാൻസ്പെറൻസി മോഡലാണ് വർക്ക് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ആ വാച്ച് ഫേസും കാണാം. അതുപോലെ ഓരോ വിഡ്ജറ്റ് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എല്ലാം വർക്കിംഗ് ആയിട്ടാണ് വരുന്നത്. അലാറൊക്കെ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം, ടൈമറൊക്കെ ഇവിടെ തന്നെ ആക്സസ് ചെയ്യാം. അതിൽ പ്രീസെറ്റ് ആയിട്ട് 1 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ 3 മിനിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 3 മിനിറ്റ് ടൈമർ ഇത് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുപോലെ ഡമ്മി ആയിട്ടല്ല, ഓരോ ഓപ്ഷനും വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ്, അതായത് വർക്കിംഗ് ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് ഈ ഒരു വിഡ്ജറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വാച്ചിന്റെ മ്യൂസിക് പ്ലെയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലോക്കൽ മ്യൂസിക് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. ഇൻബിൽട്ട് നമുക്ക് 2 GB മെമ്മറി ഉള്ളതുകൊണ്ട് നമ്മൾ ലോക്കൽ മ്യൂസിക്സ് എല്ലാം തന്നെ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം ലോക്കൽ മ്യൂസിക് വേണോ അതോ മൊബൈൽ മ്യൂസിക് വേണോ എന്നുള്ളത്. അത് കൂടാതെ നമുക്കൊരു എയർപോഡ്സോ ഹെഡ്സെറ്റോ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു വാച്ചിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് താഴെയുള്ള ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ചിങ് കാണാം. നമ്മുടെ എയർപോഡ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു വാച്ചിൽ കണക്ട് ചെയ്തിട്ട് ഇതിലുള്ള മ്യൂസിക്സ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ലിസൺ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഒരുപാട് മ്യൂസിക്സ് അവർ ഇതിൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ഇതിൽ പ്ലേ ചെയ്ത് കേൾക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇതാ ഒരു സോങ് ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യാണ്. നമുക്ക് ഇതപ്പോൾ ഈ ഒരു ബാക്ക് ടു മീ എന്ന് പറഞ്ഞ സോങ് ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്യാണ്. നല്ല ലൗഡായിട്ടുള്ള സ്പീക്കർ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ ക്രൗണിൽ തന്നെ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഡൈനാമിക് ഐലൻഡ് ഫീച്ചർ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ഒബ്ജക്ട് വർക്ക് ചെയ്യുന്നത് കാണാം. അതുപോലെ ചെറിയൊരു ഈക്വലൈസർ ഇവിടെ മേലെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഏത് വാച്ച് ഫേസ് എടുത്തു കഴിഞ്ഞാലും ഇവിടെ സൈഡിലായിട്ട് ഒരു റോബോട്ട് ഒളിഞ്ഞു നോക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വാച്ച് ഫേസ് വെച്ചാൽ ഇവിടെ ഇപ്പോൾ താഴെ വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഏത് വാച്ച് ഫേസ് മാറ്റുന്നോ അതിനനുസരിച്ചിട്ട് അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ ഒരു റോബോട്ട് വരും. ഇതുപോലെ പുതിയൊരു ഫീച്ചറിൽ കൊണ്ടുവന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AI റോബോട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ നെറ്റ്വർക്ക് ഷെയറിങ്ങിലൂടെ ഈ ഒരു വാച്ചിലേക്ക് നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു AI റോബോട്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു സംഭവം വേണ്ടാന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണണ്ടെന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട് അത് ഒഴിവാക്കാനുള്ള ഓപ്ഷനും ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെറ്റിംഗ്സിനകത്ത് AI റോബോട്ട് തന്നെ ഓപ്ഷനിലേക്ക് വരാം. വാച്ച് ഫേസ് വിഡ്ജറ്റ് തന്നെ ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു AI റോബോട്ടിന്റെ ഐക്കൺ കാര്യങ്ങളും ഒരു വാച്ച് ഫേസിലും വരില്ല. വേറെ കാര്യം എന്താ വെച്ചാൽ നേരത്തെ കണ്ട മോഡലിലെ പോലെ ഇതിലും നമുക്ക് ഗ്രാവിറ്റി സെൻസർ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഈ ഒരു ഐക്കൺ നമുക്ക് ഇതുപോലെ വാച്ച് തല കുത്തിനെ പിടിച്ച് കഴിഞ്ഞാൽ അവർ ആപ്സ് കാര്യങ്ങളൊക്കെ ഇതുപോലെ വീഴുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിലും നമുക്ക് ഈ ഒരു ഗ്രാവിറ്റി സെൻസർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു വാച്ചിൽ വന്ന മെയിനായിട്ട് വന്ന അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നെറ്റ്വർക്ക് ഷെയറിംഗ് കണക്ഷൻ തന്നെ ഈ ഒരു ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ഇതിലൂടെ നെറ്റ്വർക്ക് ഷെയർ ചെയ്തെടുക്കാമെന്നാണ് പറയുന്നത് ബ്ലൂടൂത്തിലൂടെ. അതിൽ കണക്ഷൻ ആൻഡ് ഷെയറിംഗ് ഉണ്ടല്ലോ, ബ്ലൂടൂത്ത് ടെതറിംഗ് എന്ന ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കാം. നെറ്റ്വർക്ക് ഷെയറിംഗിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം കണക്റ്റഡ് എന്നുള്ളതായിട്ട് കാണാം. ഒരു വാച്ചിലേക്ക് നെറ്റ്വർക്ക് അവൈലബിൾ ആക്കിയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഈ വാച്ച് ഫേസിനകത്ത് ഏറ്റവും അവസാനം വന്നു കഴിഞ്ഞാൽ ഈ പ്ലസ് മാർക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാച്ചിലുള്ള ഡയൽ മാർക്കിന് നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ ഡയൽസ് കാര്യങ്ങളൊക്കെ വാച്ച് തന്നെ ലോഡ് ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻസ് എല്ലാം തന്നെ മാറ്റാം. നമ്മളെ നെറ്റ്വർക്ക് ഇത് അവിടെ കണക്റ്റഡ് ആണ്. ഇതുപോലെ ഫ്രീ ഡയൽസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഒരു ആപ്പിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് വാച്ചിൽ തന്നെ ഏത് വാച്ച് ഫേസ് വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്തരം ഫീച്ചർ കാര്യങ്ങളൊക്കെ ഈ ഒരു പുതിയ മോഡലിൽ നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ ഇൻബിൽട്ട് വരുന്ന വാച്ച് ഫേസുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും വാച്ച് ഫേസുകളാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന മോഡൽസിലുള്ള ഫേസുകളൊക്കെ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് വാച്ച് ഫേസ് കാര്യങ്ങൾ വേറെ ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു വാച്ച് ഫേസ് നമുക്ക് ഡൈനാമിക് വാച്ച് ഫേസ് ആണ് വരുന്നത്. നമുക്ക് വർക്ക് ചെയ്യുന്നതൊക്കെ ഒറിജിനലിൻ്റെ സെയിം അതേ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് സെക്കൻഡ്സ് പോകുന്നത് ഈ ഒരു രീതിയിൽ കളർ പോകുന്ന രീതിയിലാണ്. ഇനി അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓരോ കളറും ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു വാച്ചിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് നമ്മുടെ ഓൺ ഫോട്ടോ വേണമെങ്കിലും ഈ ഒരു ഡിവൈസിൽ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. വാച്ചിൻ്റെ മെനു കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ വർക്ക് ചെയ്യുന്നത്. വെർട്ടിക്കൽ മെനു സ്റ്റൈലാണ് ആദ്യമേ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. നല്ല സ്മൂത്ത് ആയിട്ട് ഒരു ഒറിജിനൽ വാച്ച് എങ്ങനെയാണോ അതുപോലെ ഒരു ക്രൗണിലും നമുക്ക് ആക്സസ് ചെയ്യാം. അതുപോലെ ഈ ടച്ചിലും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ മെനു സ്റ്റൈൽ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഏത് മെനു സ്റ്റൈൽ വേണമെങ്കിലും ഈ ഒരു ഡിവൈസിൽ നമുക്ക് ചൂസ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഏത് ഓപ്ഷൻ ആണോ എടുക്കുന്നത് അതിന് ശേഷം ജസ്റ്റ് ഇത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസിഷൻ എഫക്ട്സ് പോകുന്നുണ്ടല്ലേ, നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ആ ഒരു ട്രാൻസിഷൻ എഫക്ട്സ് തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ഇത് ക്ലോസ് കഴിഞ്ഞാൽ പക്കായിട്ട് അതേപോലെ നമ്മൾ ഒറിജിനൽ വാച്ചിൻ്റെ അതേപോലത്തെ ട്രാൻസിഷൻ എഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് മൂവ് ആവുന്നത് കാണാം. അതുപോലെ കീ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റ്ലി എടുത്ത ആപ്ലിക്കേഷൻ്റെ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കിടക്കുന്നത് കാണാം. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ്റെ അകത്തേക്കും കയറാം. ഇനി ഏതെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ അവിടെ നിന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു കീ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഹാർട്ട് റേറ്റ് സെൻസർ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ സെറ്റിംഗ്സിനകത്ത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു കീ ജസ്റ്റ് ഒരു സിംഗിൾ പ്രസ്സിൽ നമുക്ക് ഇതുപോലെ കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യാം. നമുക്ക് ഇവിടെ കുറച്ച് മെനു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാച്ചിൻ്റെ ബാറ്ററി ഇൻഡിക്കേറ്റർ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. നമുക്ക് നോർമൽ യൂസേജിൽ എന്താ ഒരു അപ് ടു 2 to 3 days വരെ ബ്ലൂടൂത്ത് കോളിംഗ് ഇല്ലാതെ തന്നെ ഈ ഒരു വാച്ചിൽ ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട്. ഇനി ബ്ലൂടൂത്ത് കോളിംഗ് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് 1 day ആയിരിക്കും ബാറ്ററി ബാക്കപ്പ് വരുന്നത്. കൂടാതെ നമുക്ക് താഴെയായിട്ട് എഡിറ്റിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ വീണ്ടും നമുക്ക് മേലേക്ക് കയറ്റിയിടാം. ഇനി വേണ്ടാത്ത ആപ്ലിക്കേഷൻ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. ഇതിനുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ട് ഒരു വാച്ചിൽ വേണ്ട എല്ലാ ഓപ്ഷൻസും ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. നമ്മൾ ഓരോന്നും എടുത്ത് പറയുന്നില്ല. സ്പോർട്സ് ആക്ടിവിറ്റീസ് മുതൽ കാലണ്ടർ, കാൽക്കുലേറ്റർ, വാട്ടർ ഡ്രെയിനിങ് ഓപ്ഷൻ, അതുപോലെ നമുക്ക് കോമ്പസ്, ഫോട്ടോ ആൽബം, വോയിസ് റെക്കോർഡിംഗ്, മ്യൂസിക് കൺട്രോൾസ്, മ്യൂസിക് പ്ലെയർ, അതുപോലെ റിമോട്ട് ക്യാപ്ചറിങ് ക്യാമറ തുടങ്ങിയ എല്ലാ ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഒറിജിനൽ വാച്ചിൽ വരുന്ന ഫീച്ചറായിരുന്നു നമ്മുടെ ഫോട്ടോ ഗാലറി ഓപ്ഷൻ. അത് ഇതിലും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 4 ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു വാച്ചിലെ പുതിയ അപ്ഡേറ്റ് എന്താ വെച്ചാൽ ഈ ക്രൗണിൽ തന്നെ നമുക്ക് ഇതുപോലെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യം വന്നിരുന്ന മോഡൽ ഇതില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ഈ ഒരു ഓപ്ഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഇമേജ് നമ്മുടെ ഷോപ്പിൻ്റെ ഇമേജ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിലേക്ക് വന്നവർക്ക് അറിയാം നമ്മുടെ ഷോപ്പ് ഇതാണ്, കോഴിക്കോടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ നല്ല അടിപൊളി ക്ലാരിറ്റി തന്നെ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് ആഡ് ചെയ്യാനുണ്ട്. ഞാൻ ഇപ്പോൾ 4 ഫോട്ടോസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഏത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അത് കൂടാതെ നമുക്ക് ഇവിടെ താഴെയായിട്ടൊരു ബ്ലൂ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ഫോട്ടോ നമുക്ക് സെറ്റ് ആസ് വാച്ച് ഫേസ് ആയിട്ടും സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റാളിംഗ് ആയിട്ടുണ്ട്. നമ്മുടെ വാച്ച് ഫേസ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ടൈമൊക്കെ ഇവിടെ മേലെ വന്നിട്ടുണ്ട്. ഇൻബിൽട്ട് കോമ്പസ് വരുന്ന ഒരു മോഡലാണ് അൾട്ര എന്ന് പറഞ്ഞാൽ തന്നെ. കോമ്പസ് ഇല്ലെങ്കിൽ പോയില്ലേ, മെയിനായിട്ട് വരുന്ന ഒരു ഫീച്ചറാണ് കോമ്പസ്. അത് നമുക്ക് ഹൈ എൻഡ് മോഡൽസിൽ മാത്രമേ ഉള്ളൂ കോമ്പസ് കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഈ ഒരു മോഡൽ നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പസ് തന്നെയാണ് വന്നിട്ടുള്ളത്. വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഏത് ഭാഗത്തേക്കാണോ തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ വീല് നിങ്ങൾക്ക് റൊട്ടേറ്റ് ആവുന്നത് കാണാം. അതുപോലെ ഈ ക്രൗണും ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ഈ ഒരു കോമ്പസ് കാര്യങ്ങളൊക്കെ ഇന്റർഫേസ് ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ചിലർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് വോയിസ് റെക്കോർഡിംഗ് ഫീച്ചർ. നമുക്ക് അതും ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. സെൻട്രൽ കീ പ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാം. ഈ റെക്കോർഡ് ചെയ്ത വോയിസ് നമ്മുടെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ലൈവ് ക്യാമറ പ്രിവ്യൂ ഓപ്ഷനും ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ എൻ്റെ ക്യാമറ മൊബൈൽ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈവ് പ്രിവ്യൂ ആണ് നിങ്ങൾ ഈ ഒരു വാച്ചിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇത് നേരത്തെ വന്ന മോഡൽസിലും ഉണ്ടായിരുന്നു, ഈ ഒരു മോഡലിൽ നമുക്ക് വന്നിട്ടുണ്ട്. കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ ഈ ഒരു ലൈവായിട്ടുള്ള പ്രിവ്യൂ നമ്മുടെ വാച്ചിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ വാച്ച് തന്നെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ സെൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ക്യാപ്ചറായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് സ്റ്റോർ ആവും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ അതുപോലെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് എയർ റോബോട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ നെറ്റ്വർക്ക് ഷെയറിംഗ് ഉണ്ടെങ്കിൽ എയർ റോബോട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ ആപ്പ് മാർക്കറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ നെറ്റ് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇവരുടെ ആപ്പ് മാർക്കറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഡയൽ മാർക്കറ്റ് നമ്മൾ നേരത്തെ കണ്ടു. ഗെയിം മാർക്കറ്റിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഗെയിംസ് ഇതിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ ട്രാൻസ്ലേറ്ററും വാച്ച് ഫേസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ബേസിക് ആയിട്ടുള്ള പാം ഗസർ ഫീച്ചർ ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. ഡിസ്പ്ലേ ജസ്റ്റ് ഇതുപോലെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേ ക്ലോസ് ചെയ്യാവുന്നതാണ്. മെനുവിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ബ്ലാക്ക് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർഫുൾ ആക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഗ്രീനിഷ് കളറിലേക്ക് ആക്കാം. അങ്ങനെ മറ്റൊരു ഫീച്ചറാണ് ഓൾവേസ് ഓൺ മോഡ്. ഇതിൽ നമുക്ക് 24 hour ഓൾവേസ് ഓൺ മോഡ് വർക്കിംഗ് ആണ്. ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കാണാം. ഇവിടെ ഓൾവേസ് ഓൺ മോഡ് പീരീഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ AOD സ്റ്റൈൽസ് നമുക്ക് 5 or 6 സ്റ്റൈൽസ് നമുക്ക് ചൂസ് ചെയ്യാം. ഇത് ഒന്നാമത്തെ ഡയലാണ്. അതുപോലെ ഇത് 2, 3, 4, 5, 6 ഡയൽസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ 6 സ്റ്റൈൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡിജിറ്റിൻ്റെ ഇതൊന്ന് കൺഫേം ചെയ്യാണ്. ഇനി ജസ്റ്റ് ഇതാ പാം ഗസ്റ്റർ കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓൾവേസ് ഓൺ മോഡ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആവുന്നതാണ്. തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് കോൾ ഡബിൾ ടാപ്പ് ഗസ്റ്റർ എന്നുള്ളത്. അത് ഈ ഒരു വാച്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. കോൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ നമുക്ക് കൈ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യാനും സംസാരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു കോൾ ഗസ്റ്റർ ഫീച്ചറും പ്രോപ്പർ ആയിട്ട് തന്നെ ഈ ഒരു ഡിവൈസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസ് കയ്യിൽ കെട്ടിയാൽ നല്ല അടിപൊളി ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. 49mm ഒറിജിനൽ ആപ്പിൾ വാച്ചിൻ്റെ സൈസ് ആയതുകൊണ്ട് നല്ല പ്രീമിയം ആയിട്ടുള്ള ലുക്ക് ആൻഡ് ഫിനിഷ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ റിസ്റ്റിൻ്റെ അകത്തേക്ക് കറക്റ്റ് നിൽക്കുന്ന ഒരു സൈസ് തന്നെയാണ് ഈ ഒരു ഡിവൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ 2 സ്ട്രാപ്പ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഏത് സ്ട്രാപ്സ് വേണമെങ്കിൽ മാറി മാറിയിട്ട് യൂസ് ചെയ്യാം. ഈവൻ ട്രയൽ ലൂപ്പ് അല്ലെങ്കിൽ ഓഷൻ ലൂപ്പ് രണ്ടും മാറി മാറിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ HK10 Ultra 3 Max എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇസപ്പത്തുള്ള ഗൈസ് ഇന്നത്തെ വാച്ചിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ അത്രയധികം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു അടിപൊളി ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു HK10 Ultra 3 Max എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കറൻറ്റ്ലി നമ്മുടെ ഒറിജിനൽ ആപ്പിൾ വാച്ച് അൾട്രയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 80 അല്ലെങ്കിൽ 85 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന അത്രയധികം ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഒറിജിനൽ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ പ്രൈസിംഗിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് ലഭിക്കുക. കറക്റ്റ് പ്രൈസിംഗ് മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോടുള്ള നമ്മുടെ സ്റ്റോറിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം. കോഴിക്കോട് മിഠായിത്തെരുവിൽ തന്നെയാണ് നമ്മുടെ സ്റ്റോർ വരുന്നത്. അപ്പോൾ വരാൻ പറ്റുന്നവർ ഡയറക്റ്റ് ആയിട്ട് തന്നെ വന്ന് പർച്ചേസ് ചെയ്യാം. ഇനി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിതുപോലെ പുതിയ മോഡൽസ് ഒക്കെ വരുന്നതിനനുസരിച്ച് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു ഡിവൈസ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.